പാകിസ്ഥാനിലൊരു സാധാരണ വീട്ടിലൊരു സാധാരണ പെൺകുട്ടി ആക്സിഡൻ്റായി, കിടപ്പിലായി, 12 ഓപ്പറേഷൻ കഴിഞ്ഞു, ഹാർട്ടിനും ലങ്സിനും കിഡ്നിക്കും നട്ടലിനൊക്കെ. എന്നിട്ട് ആ 9 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്നത്. അരയുടെ താഴോട്ട് നിശ്ചലമായി, വീൽ ചെയറിലായി, മൂത്രമൊഴിക്കാനും വിസർജന ചെയ്യാനും പറ്റില്ല, ഗർഭപാത്രം ഇല്ല. ആ സമയത്തോ അദ്ദേഹത്തെ അവളുടെ ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്തു. അല്ലിച്ചോക്ക്, ഹോസ്പിറ്റലിൽ 1 ഉറുപ്പ്യ പോലും കൊടുത്തില്ല. ആക്സിഡൻ്റ് ആവാൻ കാരണം എന്താ? ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ പറ്റിയതാണ്. ഹസ്ബൻഡ് ഉണ്ടാവും. അല്ലിച്ചോക്ക്, ആ പെൺകുട്ടി അന്ന് രാത്രി ഇങ്ങനെ കരയുമ്പോൾ ആ ഉമ്മ അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് അവളെ മാറ്റിമറിച്ചത്. മോളെ, നിൻ്റെ മേലിൽ ജീപ്പ് മറിഞ്ഞു, നീ 150 അടി താഴ്ചയിലേക്ക് പോയി, എന്നിട്ട് നിൻ്റെ ശരീരത്തിൽ 12 ഓപ്പറേഷൻ, നിൻ്റെ ആ ഹാർട്ടിനും കിഡ്നിക്കും നട്ടലിനും ലങ്സിനും എല്ലാം അപകടം പറ്റി, എന്നിട്ടും നീ ജീവിക്കുന്നില്ലേ? എന്നിട്ടും നിൻ്റെ ജീവിതം ബാക്കി വെച്ചില്ലേ? അപ്പം ദൈവം പടച്ചവൻ നിന്നിൽ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ചിന്തി, ശരിയാണല്ലോ, ഇതൊക്കെ പോയിട്ട് എൻ്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പെണ്ണ് പിന്നെ ഒരു അടുക്കളക്കാരി ലോകം അറിയപ്പെടുന്ന ആളായിട്ട് മാറി. മുനീബ മസാരി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അവളുടെ ഹസ്ബൻഡ് അവളെ എന്താ പറയുക ഡൈവേഴ്സ് ചെയ്തപ്പോൾ, ഹോസ്പിറ്റലിൽ പൈസ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ അവൾക്കുണ്ടായിരുന്ന ഫീലിംഗ് ചെറുതല്ല. പക്ഷെ അവൾ ഇന്നും ഓരോ ദിവസവും രാവിലെ എഴുന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ ഹസ്ബൻഡിന് നന്ദി പറയും. താങ്ക് യു, ബൈ. എന്തുകൊണ്ടെന്നറിയാം? ആ ഹസ്ബൻഡ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ നിലയിലെത്തിയത്. അപ്പോൾ അയാളുടെ കല്യാണം അറിഞ്ഞപ്പോൾ, ഡൈവേഴ്സ് കല്യാണം അറിഞ്ഞപ്പോൾ ഒരു കത്തെഴുതി, വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട്. നമ്മൾ ഇവിടുത്തെ എല്ലാം എന്താ ചെയ്യുക? അവൾ കെട്ടാൻ പോകുന്ന ഓളെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് കത്തെഴുതും അല്ലേ? എന്നിട്ട് എന്തുണ്ടാവാനാ? അപ്പോൾ ഇവരുടെ മനസ്സിൽ നിന്നതൊക്കെ തീർന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയും അങ്ങോട്ട്, നീ കാരണം ഞാൻ ഇങ്ങനെ ആയത്. പിന്നെ അതിൻ്റെ പുറത്തില്ലല്ലോ. യെസ് ഓർ നോ? അപ്പോൾ ഓരോന്നും നമുക്ക് ഓരോ പാഠമാണ്, നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. ആ പാഠാണെന്ന് മനസ്സിലാക്കുക.